ഇവന്റെ ഈ അരമണിക്കൂറത്തെ ആറ്റിറ്റ്യൂഡ് കണ്ടാലേ അറിയാം ഏതോ പെണ്ണിനെ ഇമ്പ്രസ് ആക്കാനാണ് ഇമാതിരി മാസം ഇറക്കുന്നത്. ഇവന്റെ ഈ ഇറക്കുമതികൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നാട്ടിലെ അടുത്ത വാണം എത്തിയത്. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ വായിലോട്ട് കൈയിട്ടിട്ട് ചോദിക്കും ആഹാരം കഴിച്ചോന്ന്. ഇവനൊക്കെ ഇതൊക്കെ എങ്ങനെ പറ്റുന്നതെന്തോ. സ്റ്റേജിൽ കയറി പാട്ടങ്ങ് മൈക്ക് തീനിയുടെ ശല്യം സഹിക്കാൻ വയ്യാതെ ഞാൻ മാറി നിന്നപ്പോൾ ഞാൻ അവിടെ കണ്ടത് ഒരുത്തൻ റോസാപ്പൂ തിന്നുന്നു. വായിൽ കടിച്ച റോസാപ്പൂ അനങ്ങാതെ അവൻ നമ്പർ എഴുതി ഏതോ പെണ്ണിഞ്ഞിട്ട് കൊടുത്ത്. അവന്റെ ഒക്കെ ഒരു തൊലിക്കട്ടി. ദൈവം സഹായിച്ച് 3 വാണങ്ങളും എൻ്റെ അടുത്തെത്തി. കക്കൂസി പോയാലും ആറ്റിറ്റ്യൂഡ് ഇടുന്നവൻ, ദിവസം 2 കിലോ റോസാപ്പൂ തിന്നുന്നവൻ. ഈ കാണുന്ന ചെറുക്കൻ എന്തിനാണ് പരിപാടി എന്ന് അറിയാൻ വയ്യ. കാണുന്നിടത്തും വരുന്നിടത്തൊക്കെ കഴിച്ചാന്ന് നോക്കുന്നു. ഇനി വല്ല കാറ്ററിംഗ് സർവീസ് ഉണ്ടാകുന്നോ. ഇതൊക്കെ എന്ത് പിള്ളേരാണ്. കല്യാണം കൂടാമെന്നവർ കല്യാണം കൂടിയിട്ട് വെക്കൂടെ. പെണ്ണുങ്ങളെ വിളക്കാൻ നിൽക്കുന്ന എൻ്റെ ഇടയിൽ കൂടെ. ഞാൻ എൻ്റെ വാർന്ന് 2 പല്ലുപോലും ഒരു പെണ്ണിനെ നോക്കി കാണിച്ചിട്ടില്ല. ബ്രോ, അകത്തുള്ള നീല ചുരിദാറിനെ നോക്കുന്നുണ്ടാ? ഇല്ല ബ്രോ. ഇവ എന്തൊരു പറഞ്ഞാലും ഇങ്ങനെ നോക്കോളാ. എന്തൊരു ചെറുക്ക്. പെണ്ണുങ്ങളൊക്കെ വീട്ടിൽ പോടാ ലാസ്റ്റ് ബസ് വിട്ട്. ടോയ്ലറ്റിൽ ഒരു കുട്ടി ഇവിടെ കയറിയിട്ടുണ്ട്. അതുകൂടെ കഴിഞ്ഞു. എന്തോന്ന് ആത്മാർത്ഥത. പെണ്ണുങ്ങൾ ടോയ്ലറ്റിൽ പോണെടുത്ത് വരെ ഒന്ന് പെറ്റ് കിടക്കുന്നു. ഞാൻ എന്തിന് ഇവനെയൊക്കെ കുറ്റം പറയുന്ന. കഴിവുള്ളവും പെണ്ണിനെ വീഴ്ത്തും, ഇല്ലാത്തോ ഇതാണ് കുറ്റം പറഞ്ഞൊക്കെ നീക്കും.